മലപ്പുറം പൊന്നാനി എസ്ഐയെ കാറിടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ ഒന്നാം പ്രതി അറസ്റ്റിലായിരിക്കുന്നു. ചാവക്കാട് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വെളിയങ്കോട് സാദിഖാണ് അറസ്റ്റിലായത്. പ്രതിയെ പോലീസ് പിടികൂടുന്നതിന്റെ ദൃശ്യം ന്യൂസ് മലയാളത്തിൽ. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, എന്നായിരുന്നു ഈ ആക്രമണം നടന്നത്? ഇയാളെ ഇപ്പോൾ ഏത് തരത്തിലാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്? ലക്ഷ്മി, കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതിയാണ് പൊന്നാനിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഈ SIയെ കാർ കൊണ്ട് ഇടിക്കുന്നത്. അതായത് MDMA രാസലഹരി വിതരണം നടത്തുന്ന ഒരു ആളാണ് ഈ സാദിഖ്, പിടിയിലായ സാദിഖ് എന്നാണ് പറയുന്നത്. അദ്ദേഹം രാസലഹരി വിതരണം ചെയ്യുന്നതിന് വേണ്ടി വാഹനത്തിൽ വരുന്നുണ്ട് എന്നുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ഈ വാഹന പരിശോധന നടത്തിയത്. വാഹനം തടയാൻ ശ്രമിച്ചപ്പോൾ തന്നെ വാഹനം ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഡിസംബർ 7-ാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് ആ കേസിൽ 2 പേരെ പോലീസ് 2 ദിവസത്തിന് ശേഷം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ഇന്ന് അറസ്റ്റിലെ പിടിയിലായിട്ടുള്ള സാദിഖ് ഒളിവിലായിരുന്നു. ആ ഒളിവിൽ കഴിയുന്നത് ചാവക്കാടാണ് എന്നുള്ള പോലീസിന് വിവരം ലഭിച്ചു. അങ്ങനെ കുറേ ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ സാദിഖിനെ ചാവക്കാട് നിന്നും പോലീസ് പിടികൂടുന്നത്. ഈ സാദിഖ് പുറത്തെ ഒരു വാഹന ഷെഡിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് വളരെ തന്ത്രപരമായി പോലീസ് വന്ന് പിടികൂടുകയും ചെയ്യുന്നത്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ച് രാസലഹരി വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ പിടിയിലായ സാദിഖ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വലിയ തോതിൽ ഇയാളെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഈ SIയെ തന്നെ ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടായത്. ഇപ്പോൾ ഇന്നലെ ആണ് അത് പിടിക്കുന്നത്. ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ലക്ഷ്മി. ശരി, ശാന്തകുമാർ വെള്ളാലത്താണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.